അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1413. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന, നിശ്ചയമായും യഥാർത്ഥ വിശ്വാസി, യറാ ദുനൂബഹു, അവൻ്റെ പാപങ്ങളെ അവൻ കാണും. അവൻ ചെയ്തുപോയ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അവൻ കാണും. കഅന്നഹു ഫി അസ്ലി ജബലിൻ, അവനൊരു മലയുടെ ഒരു പർവ്വതത്തിൻ്റെ താഴെയിരിക്കുന്നത് പോലെ. യഖാഫു അൻ യഖഅ അലൈഹി, ആ മല അവൻ്റെ തലയിലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ചെയ്ത തിന്മയെ അവൻ കാണുക. വ ഇന്നൽ ഫാജിറ, നിശ്ചയമായും ഒരു തമ്മാടിയായ ആള്, യറാ ദുനൂബഹു, അവൻ്റെ തെറ്റുകൾ അവൻ കാണും. കദുബാബിൻ വഖഅല അൻഫിഹി, അവൻ്റെ മൂക്കിൻ്റെ മേൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ, അതങ്ങ് ആട്ടിവിടുന്നത് പോലെ ഒരു നിസാരമായ നിലക്കാണ് അവൻ തെറ്റുകളെ കാണുക. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഈ ഹദീസ് കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മുഅ്മിനാണോ അതോ ഫാജിറാണോ, മുഅ്മിനീങ്ങൾ ലിസ്റ്റിലാണോ തമ്മാടികളുടെ ലിസ്റ്റിലാണോ ഞാൻ പെടുക എന്ന് ഓരോരുത്തർക്കും വിലയിരുത്താൻ പറ്റും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിലൂടെ പറയുന്നത്. നാം ചെയ്യുന്ന തെറ്റ് കണ്ണുകൊണ്ടാവട്ടെ, കാതുകൊണ്ടാവട്ടെ, നാവുകൊണ്ടാവട്ടെ, ഏത് ചെയ്യുന്ന തെറ്റുകളും തിന്മകളും നാം കാണുന്ന നമ്മുടെ ദൃഷ്ടിയിൽ അതെന്താണ്? ഒരു മലയെപ്പോലെ ഭാരമേറിയ വലിയൊരു തെറ്റ് സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? റബ്ബേ, ഇതിൻ്റെ പിന്നിൽ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയം നമുക്കുണ്ടെങ്കിൽ നാം മുഅ്മിൻ്റെ ലിസ്റ്റിലാണ് നമുക്ക് വിലയിരുത്താം. അതല്ല, കാലത്തൊന്നുമില്ല, നടക്കൂല എന്നൊക്കെ പറഞ്ഞ് തെറ്റുകളെ നിസാരവൽക്കരിക്കുകയാണോ, നമുക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ല. നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ നിസാരമായിട്ടാണോ നാം കാണുന്നത്? നാം തമ്മാടികളുടെ ലിസ്റ്റിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തിന്മകളിൽ നിന്നൊക്കെ പിന്മാറി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.